ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ ഞാൻ സ്റ്റിച്ച് ചെയ്യണതിനിടക്ക് ഞാൻ തന്നെയാണ് യൂട്യൂബിലെ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. പിന്നെ തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് വീട്ടിലത്തെ ജോലി എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്തെടുക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ വർക്കിൻ്റെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടിട്ട് തന്നെ എനിക്ക് സഹായിക്കാനായിട്ട് ഇപ്പോൾ മോള് കൂടി കടയിൽ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരുന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞ് എഡിറ്റിങ്ങും ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കണമെല്ലാം അവൾ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെയാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പോൾ 4 ഡ്രസ്സായിരുന്നു എനിക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തന്നിരുന്നു വെച്ചത്. ഇപ്പോൾ നല്ല വേനൽ ടൈം ആയതുകൊണ്ടിട്ട് തന്നെ അവൾ വന്നപ്പോഴേക്കും കുറച്ച് നാരങ്ങ വെള്ളവും കൂടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്ത ശേഷം അടുത്തത് ഞാൻ ഈ ഒരു വർക്കാട്ടാണ് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണതിനിടക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഒരു വർക്ക് വാങ്ങിക്കാനായിട്ട് കസ്റ്റമർ വന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ ആരെങ്കിലും കസ്റ്റമർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീഡിയോസിനൊക്കെ അങ്ങനെ ആരും പോസ്റ്റ് ചെയ്യാറില്ല. ആർക്കും ഫേസ് ഒന്നും കാണിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. പക്ഷേ ഈ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സെല്ലാം വെച്ച് നോക്കിയിട്ട് പുള്ളിക്കാരത്തേക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ടിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വന്ന് നമുക്ക് ശരിയാക്കാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം ഒരു 4-5 മണി ആയി കാണും കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണെങ്കിലും കസ്റ്റമർ കൊണ്ടുവന്ന് തന്ന ടൈമിൽ ഒരു 2 മീറ്റർ കഷ്ടി ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ താഴെ വെച്ച് കൊടുത്തിരിക്കണ ആ ഒരു പ്ലെയിൻ ഓർഗൻസയെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയലാണ് ആ ഒരു വർക്ക് ചെയ്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത് ഇതേപോലെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു നോട്ട്ബുക്കിലേക്ക് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്നും ഇരുന്നില്ല. പിറ്റേ ദിവസം വരുമ്പോഴേക്കും ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ.